നമുക്ക് ജീവിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വെള്ളവും വായുവാണ്. ഇത് രണ്ടും സമയാസമയങ്ങളിൽ ഉപയോഗിക്കാനാണ് വെളിച്ചവും. ഈ 3 കാര്യങ്ങൾ നമുക്ക് ആവശ്യം പ്രധാനമായിട്ട്. വെള്ളം, വായു, വെളിച്ചം. ഈ 3 കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന് ജീവിക്കാം. പക്ഷെ അതിൽ നിന്നെല്ലാം നമ്മുടെ ജീവിത രീതിയുടെ ക്രമങ്ങളനുസരിച്ച് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം തന്നെ വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചാലും നമുക്ക് ജീവിക്കാം. അത് ഇന്ന് പോരാ, നോൺ വെജ് കഴിക്കുന്ന കുറെ ആൾക്കാർക്ക്. അങ്ങനെ പല രീതിയിൽ വ്യതിയാനങ്ങൾ നമ്മുടെ ജീവിത രീതിയിൽ വന്നു. അങ്ങനെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ സന്ദർഭത്തിൽ ഈ ഈ നമ്മുടെ പ്രധാനമന്ത്രി പലതരം ഇതൊക്കെ നിൽക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ട് മനസ്സിലാക്കി മുന്നേ കുട്ടി നമുക്ക് ഒരു മുന്നറിയിപ്പ് തന്നു. അത് തന്നെ ആയിരുന്നു നമ്മുടെ ഗ്യാസിന്റെ വിഷയം വന്നപ്പോ അത് ഇല്ലാത്തൊരു വിഷയം വലുതാക്കി കാണിച്ച്, പ്രത്യേകിച്ച് കേരളത്തിൽ ഈ ഗ്യാസ് ഇല്ല, ഹോട്ടൽ തുറക്കുന്നില്ല, ഗ്യാസും കുറ്റി ഹോട്ടൽ നിരത്തി വെച്ച് അതുമ്മ കയറി ഇരുന്നിട്ട് മുദ്രാവാക്യം വരെ വിളിച്ചു. പണ്ട് ബീഫിന്റെ വിഷയം പറഞ്ഞ മാതിരി. ഈ ബീഫ് നിരോധിച്ചത് ആരാ? BJP ആണോ? BJP പ്രധാനമന്ത്രിയാണോ? 26 സംസ്ഥാനങ്ങളിലും ബീഫ് നിരോധിച്ചതിൽ ഒരു ചണ്ഡീഗഡിലും ചണ്ഡീഗസ്ഥാനിലോ ഒരു സംസ്ഥാനത്ത് മാത്രമേ BJP നിരോധിച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഈ ബീഫ് നിരോധനം നടത്തിയത് കോൺഗ്രസ് ആണ്. എന്നിട്ടാണ് ആ കോൺഗ്രസ് ഒരു ബീഫ് സമ്മേളനം, ഒരു പശുക്കുട്ടീനെ റോട്ടിൽ കൊണ്ടുവന്ന് കൊന്ന് ഇറച്ചി വെച്ചിട്ട് വിളമ്പിയത് നമ്മൾ ലൈവായി കണ്ടതാണ്. അതാണ് ഇവിടുത്തെ ഭരണകർത്താക്കളുടെ സംസ്കാരം. അപ്പോ ഗ്യാസ് വിഷയം ഇത്രയും വലിയ ഒരു വിഷയമാക്കി ഗ്യാസ് കഴിയാൻ പോകുന്നു, ജനങ്ങളെ പാനിക്കാക്കി വിടുന്നു. പാർലമെന്റിൽ വരെ ഒരു ജിഹാദി MP പ്രസംഗിച്ച് കോളുകളൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. അതായത് ഗ്യാസ് കിട്ടാതെ ജനങ്ങൾ ആകെ പാനിക്കായി പോയി, ഞാൻ ആകെ ബുദ്ധിമുട്ടി നടക്കുകയാണ്. പാർലമെന്റിൽ പോലെ അട്ടഹസിച്ചു. പക്ഷെ ഇവിടെ ഗ്യാസ് കിട്ടാതെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.